ഇത് ഓണാവില്ലേ? ആ ഒരു സെക്കൻഡ്. ബാറ്ററി ഫോൺ വേറെ ബാറ്ററി വേറെ. ഇത് എവിടുന്ന് വരുന്നാണോ? താങ്ക് യു. കൊണ്ട പുഴുങ്ങി തിന്നു. ശരി. ഈ മൊബൈലും കൂളിംഗ് ഗ്ലാസും അല്ലാതെ വേറെ ഒന്നും കയ്യിലില്ലല്ലോ. എത്രയും പെട്ടെന്ന് ഫോണുള്ള സ്ഥലത്തെത്തണം. അതെന്തിനാ? റെയിൽവേ സ്റ്റേഷനിലേക്ക് വിളിച്ച് ലഗേജ് സേഫ് ആക്കണം. പിന്നെ അവിടുന്ന് വേഗം മേട്ടുപാളത്തെത്തണം. ടൈം ഇപ്പോ വിളക്കൊക്കണ്ട, ചോരയായിരിക്കും. സാധാരണ ആദിവാസികൾ ആൾക്കാരെ വെട്ടിക്കൊന്ന് മരത്തി കെട്ടി തൂക്കാറുണ്ട്. നോക്കട്ടെ. ചോര തന്നെ. அங்க பாருங்க, பயந்துட்டீங்களா? இத வர ஹாய், நான் ரங்கா. ഹായ് അണ്ണാ. தேனன்மா ആ ഫ്രീയാ കിടക്കുമാ? பிரியா தானே? கொடுத்தா போகுது. இத வரப்பா. ஆமா, நீங்க எங்க போனோம்? മേട്ടുപാളയം. அந்த மலை தாண்டா எங்க மந்த் வந்துடும். அங்க இருந்து நீங்க ரோட்டை பிடிச்சீங்கன்னா 1.5 மணி நேரம் தான் மேட்டுப்பாளையம். இதான் எங்க மந்த். മന്തോ? இன்னைக்கு எங்க மந்த்ல முக்கியமான நாள். வாங்க போய் பாப்போம். അയ്യോ, രംഗണ്ണനൊന്നും കൊടുത്തില്ലല്ലോ. അതിൻ്റെ ആവശ്യമൊന്നുമില്ലടോ. അവർ നമ്മളെക്കാളൊക്കെ ഒരുപാട് സമ്പന്നരല്ലേ. ഇപ്പൊ തന്നെ വൈകി. ഇനി ഇവിടുന്ന് വണ്ടി കിട്ടി മേട്ടുപാളയം, അവിടുന്ന് ബാഗ് എടുത്ത് കോയമ്പത്തൂർ, അത് കഴിഞ്ഞ് പിന്നെ ഇതെന്താ സംഭവം? മനസ്സിലായില്ലേ? ബ്രാക്കറ്റ്. ബ്രാക്കറ്റ്? ആ, ഇപ്പോൾ നമ്മളൊരു പാരഗ്രാഫിൽ ബ്രാക്കറ്റിനകത്ത് എഴുതുന്ന കാര്യങ്ങൾക്ക് അതിന് മുന്നേ എഴുതിയ കാര്യമായിട്ടും അതിന് ശേഷം എഴുതിയ കാര്യമായിട്ടും ഗ്രാമാറ്റിക്കലി പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ലല്ലോ. അതിന് നമ്മളിപ്പോൾ അതുപോലെ ഒരു ബ്രാക്കറ്റിനുള്ളിലല്ലേ. അതായത് ഇപ്പം നടക്കുന്ന കാര്യങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൽ മുമ്പ് നടന്ന കാര്യമായിട്ടോ അല്ലെങ്കിൽ ഇനി നടക്കാൻ പോകുന്ന കാര്യമായിട്ടോ പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ലല്ലോ. ഇതിലിപ്പോൾ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. പോവാല്ലേ?